നമ്മുടെ കടയിലേക്ക് കട തുടങ്ങിയ സമയം മുതൽ ഈ പങ്കഞ്ചേട്ടൻ എന്ന് പറയുന്ന ഒരു മരം വെട്ടുകാരനും ആ ചേട്ടൻ്റെ ശിങ്കിടികളും ഹിന്ദിക്കാരനുണ്ട് ഞാൻ ശിങ്കിടികൾ എന്ന് വിളിക്കുന്നത്. ഞാൻ അവരെ കണ്ടില്ലേ ഞാൻ ചോദിക്കും ചേട്ടൻ്റെ ശിങ്കിടികൾ എന്തേന്ന് ചോദിക്കും. അപ്പോൾ ആ ചേട്ടൻ എവിടെ മരം വെട്ടാൻ പോയാലും മാങ്ങ കിട്ടണമെങ്കിൽ മാങ്ങ മരം വെട്ടുമ്പോഴാണേ എനിക്ക് മാങ്ങ കൊണ്ടുവന്നിട്ട് കുറേ കൊണ്ടുവന്നിട്ട് ആ ചേട്ടൻ്റെ സൈക്കിളിൻ്റെ സൈഡിലുള്ള ബോക്സിലും കിറ്റിലൊക്കെ ഇട്ട് കൊണ്ടുവന്ന് തരുവേ. അപ്പോൾ ചാമ്പക്കയും കൊണ്ടുവന്നില്ല. ചാമ്പക്കൊക്കെ ഞങ്ങൾ ചില സമയത്ത് കഴിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ കേട്ടോ. അങ്ങനെ കുറേ മാങ്ങ എനിക്ക് കൊണ്ടുവന്നു. കുറേയൊക്കെ ഞാൻ ആൾക്കാർക്കൊക്കെ കൊടുത്ത്. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ചിലതൊക്കെ ചമ്മന്തി അരച്ച് പിന്നെ കുറച്ച് പഴുപ്പിക്കാനും വെച്ച്. എന്നാൽ പിന്നെ മാമ്പഴപ്പുളി ശരിയാക്കാലാന്ന് തിന്ന് അങ്ങനത്തെ ഉരുളിയിലേക്ക് മാങ്ങയൊക്കെ തോല് കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ടേ നന്നായിട്ട് ഇങ്ങനെ ഞൗടിക്കൂടണം. എന്തിനാണെന്നറിയാമോ, അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല കൊഴുത്ത മാമ്പഴപ്പുളിശ്ശേരി കിട്ടും. പിന്നെ അതിന് തേങ്ങയുടെ ആവശ്യവും വരില്ല. ഇനി ഞാൻ കുറച്ച് പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഒരു വലിയ കുമ്പളങ്ങ മേടിച്ചിട്ട്, കുമ്പളങ്ങ മുട്ട വെള്ളരിക്ക അത് വാങ്ങിച്ചിട്ട് അത് ഇട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയാമോ, ചില ആൾക്കാർക്ക് ഈ മാങ്ങ തികയാതെ വരുന്നാൽ കുമ്പളങ്ങയും അതിൻ്റെ ഗ്രേവിയും കൂടി കൂട്ടിയിട്ട് സൈഡ് കറിയായിട്ട് കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കണം. പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്, ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളമുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണം. എന്നിട്ട് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത മാങ്ങിയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അടിയിലും കയറി പിടിക്കാൻ സാധ്യത ഉണ്ടായത് കൊണ്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നുണ്ട്. അത് മാമ്പഴമൊക്കെ വെന്ത് നല്ല കുറുകി കിട്ടിയിട്ടുണ്ടേ. നോക്കി ഞാൻ 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് മാമ്പഴം ഞൗടിയിട്ട് ചെയ്യണമെങ്കിൽ അധികം തേങ്ങയുടെ ആവശ്യം വല്ല. കുറച്ച് നല്ല ജീരകവും 2 കുപ്പി തൈരാണ് എടുത്തേക്കണം. ആദ്യം 1 കുപ്പി തൈര് ഒഴിച്ചിട്ട് ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് ഇളക്കി കൂട്ടി നോക്കണേ കേട്ടോ എന്തോരം നമുക്കിനി വേണ്ടി വരുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ ബാക്കി വന്നാൽ 1 കുപ്പി തൈരും കൂടി അടിച്ചിട്ട് അത് ഒഴിച്ച് പിന്നെ ലേശം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പഞ്ചസാര, ചില ആൾക്കാർ ശർക്കര ഇട്ട് കൊടുക്കും. ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കൊരു താളിപ്പെടുത്താനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ലേശം ഉലുവിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും അങ്ങനെ ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇച്ചിരി കുളം മുളക് കൂടി ഇട്ട് കൊടുക്കും. കാരണം ഏത് തേങ്ങരച്ച കറിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ, എനിക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അല്ലാതെ ഇങ്ങനെ മഞ്ഞ പോലെ മാത്രം ഇരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ എന്തോ പോലെ തോന്നിക്കും. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ട് കണ്ടാൽ നല്ല കുറുകിയ ചാറോടുകൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. താങ്ക്